നമസ്കാരം. ജൈവകൃഷി മേഖലയിലെ കർഷകനെ സംബന്ധിച്ച് ഒരു എക്സലൻ്റ് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നമ്മുടെ PH ബൂസ്റ്റർ എന്ന് പറയുന്നത്. കാരണം പഴയ കാലത്തെ കർഷകനെ സംബന്ധിച്ച് മണ്ണിൻ്റെ PH ഒരു വിഷയമല്ലായിരുന്നു. അതായത് 0 മുതൽ 14 വരെയാണ് മണ്ണിൻ്റെ PH എന്നോ, അതിൽ ന്യൂട്രൽ 7 അതിൽ താഴെയാണ് മണ്ണ് അസിഡിക് സോയിലാണ്, അതിൽ 7 മുകളിലാണ് ആൽക്കലൈൻ മണ്ണാണ്. തേയില അല്ലാത്ത എല്ലാ കൃഷികളും ആൽക്കലൈൻ മണ്ണിലേ ശരിയാവുള്ളൂ. ഇതൊന്നും കർഷകൻ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അന്നത്തെ കാലത്ത് മണ്ണിൻ്റെ PH നല്ല 7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ PH ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് മജോറിറ്റി സ്ഥലത്തും മണ്ണിൻ്റെ PH 7 താഴെ 6 താഴെ, ചിലയിടങ്ങളിൽ ഹൈലി അസിഡിക് സോയിലാണ്, 5ലും താഴെ PH പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഒരു കർഷകന് അല്ലെങ്കിൽ ഈ കർഷകനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഫാം അഡ്വൈസേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു ജൈവ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ PH അതിപ്രധാനമാണ്. കാരണം മണ്ണിലുള്ള വളത്തെ വെള്ളത്തിൽ ലയിപ്പിച്ച് വിഘടിച്ച് ഭക്ഷ്യയോഗ്യമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അരി വേവിച്ച് ചോറാക്കി കഴിക്കുന്നത് പോലെ ചെടികൾക്ക് ഭക്ഷണം കിട്ടുന്നത് മണ്ണിലുള്ള മൈക്രോബ്സ് ആണ്. ചെടികൾക്ക് ഭക്ഷണത്തെ എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ മണ്ണിലുള്ള ന്യൂട്രീഷനെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ PH 7 കുറവാണെങ്കിൽ അല്ലെങ്കിൽ അസിഡിക് സോയിലാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ബാക്ടീരിയാസ് ശരിക്ക് ചെടികൾക്ക് രോഗം പരത്തുന്ന അഴുകൽ പോലെ ചെടികളെ ഇല്ലാതാക്കി മാറ്റുന്ന മൈക്രോബ്സ് ആയിരിക്കും. അതേസമയം തന്നെ PH 7ലേക്ക് 6.5ക്കും 7.5ക്കും ഇടയിലുള്ള ഒരു ഐഡിയൽ PHലാണ് നമ്മളുടെ മണ്ണെങ്കിൽ ശരിക്ക് സസ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അതുവരെ അവിടെ എടുത്ത് കൊടുക്കാതിരുന്ന വളങ്ങളെ എല്ലാം ചെടികൾക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് മൈക്രോബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ PH 6.5ക്കും 7.5ക്കും എത്തണം എന്നുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിപ്രധാനമായ കാര്യമാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെയാണ് കഴിഞ്ഞ 10-35 വർഷത്തെ റിസർച്ച് കൊണ്ട് SPCയുടെ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത PH ബൂസ്റ്റർ എന്ന അതിമനോഹരമായ പ്രോഡക്റ്റ് ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ PH ബൂസ്റ്റർ നിർമ്മിക്കുന്നത് കടൽ കക്ക, അതിൽ മുരിങ്ങ കക്ക, ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള കക്ക പച്ചക്കെടുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ കൃത്യമായ അനുപാതത്തിൽ ഓർഗാനിക്കായിട്ട് ലഭിക്കുന്ന മഗ്നീഷ്യവും ഓർഗാനിക് കാർബണും ആഡ് ചെയ്തിട്ടാണ് ഈ PH ബൂസ്റ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും പല സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു തെറ്റായ അറിവായിട്ട് പറയാറുണ്ട് മണ്ണിൻ്റെ PH വർദ്ധിപ്പിക്കാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ലൈം പൗഡർ ആഡ് ചെയ്താൽ മതിയെന്ന്. പക്ഷെ അതിൽ വലിയൊരു കുഴപ്പമുണ്ട്. നമ്മൾക്കറിയാം, ഒരു കുമ്മായത്തിനകത്തേക്ക് ഒരു മണ്ണിര ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മൈക്രോബ്സ് ഏതിനെ ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ തന്നെ അത് പിടഞ്ഞ് മരിക്കുന്നുണ്ടാവും. അപ്പം മണ്ണിലുള്ള ജീവാണുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് കുമ്മായം. കാരണം അത് കാൽസ്യം ഓക്സൈഡാണ്. അതിൽ വെള്ളം വീണാൽ അത് ചുണ്ണാമ്പ് അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. നമ്മൾക്ക് കൃഷിക്ക് വേണ്ടത് കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ 100% കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള കക്കയുടെ തൊണ്ട് പച്ചയ്ക്ക് പൊടിച്ചിട്ടുള്ളതാണ് ഈ PH ബൂസ്റ്റർ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരേ സ്ഥലത്ത് മാത്രമാണ് ഇടുന്നതെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെ PH 7ലേക്ക് മാറും, തൊട്ടടുത്ത മണ്ണ് മാറില്ല. കോൺടാക്റ്റ് ചെയ്യുന്ന മണ്ണിൻ്റെ PH 7 കഴിഞ്ഞാൽ ഇതിൻ്റെ തരികളുടെ പൊടിയിൽ നിൽക്കും, ആ 7 മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ PH ബൂസ്റ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. ശരിക്കും നമുക്ക് ഒരു സെൻറ്റ് ഭൂമിയിൽ 3 കിലോ അല്ലെങ്കിൽ ഒരു ഏക്കറിൽ 300 കിലോ മുതൽ 500 കിലോ വരെ PH ബൂസ്റ്റർ ആവശ്യമുള്ളൂ. നമ്മൾ കുമ്മായം ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം 3-4 ടൈം കുമ്മായം ഇടുമ്പോൾ അത്രയും സമയത്ത് പണിക്കൂലി ഉൾപ്പെടെ അധിക ചിലവ് നമുക്ക് വരുന്നുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഈ PH ബൂസ്റ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മണ്ണിൻ്റെ PH 7ൽ നിന്ന് താഴേക്ക് മണ്ണ് അസിഡിക്കാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ PH 5.5. അപ്പോൾ 5.5യിൽ നിന്നും പെട്ടെന്ന് ഈ മണ്ണിലേക്ക് 5.5 PH ഉള്ള വെള്ളം വീഴുമ്പോൾ PH താഴാം. അങ്ങനെ PH താഴുമ്പോൾ നമ്മുടെ PH ബൂസ്റ്റർ ആ മണ്ണിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേഗം ഇത് പൊടിയുകയും PH 7ലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്ന് എല്ലാം ചെടികളെ രക്ഷിച്ച് ശരിയായി വളരുന്ന മൈക്രോബ്സിനെ കൃത്യമായിട്ട് വളരാനുള്ള അന്തരീക്ഷം സംജാതമാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PH ബൂസ്റ്റർ എന്നുള്ള ഒറ്റ ആപ്ലിക്കേഷനും കൂടി ഇക്കാലം അത്രയും നിങ്ങളുടെ പറമ്പിലുള്ള എടുക്കാതെ കിടക്കുന്ന എല്ലാ മൂലകങ്ങളെയും ചെടികൾക്ക് എടുത്തു കൊടുക്കുകയും ശരിക്ക് ആ ചെടി ഇതുവരെ കായ്ക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ തരാത്ത അധിക റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന അത്യുജ്വല പ്രോഡക്റ്റാണ് PH ബൂസ്റ്റർ. നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അത് ഒരിടത്ത് കൂട്ടിയിട്ടാൽ അവിടുത്തെ മാത്രമേ PH ശരിയാവുള്ളൂ. ശരിക്കും അത് പരമാവധി വിതറിയിടണം. ഇപ്പോൾ ഒരു തെങ്ങെടുക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ മടലുകൾ എവിടെ വരുന്നോ അവിടെ വരെയാണ് അതിൻ്റെ വേരുകൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അത്രയും ഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ടാൽ അത്രയും നല്ലതാണ്. ഓരോ വിളകൾക്കും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാന്റ് ആണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ട ഉപയോഗക്രമം. പക്ഷേ ആവറേജ് നമ്മൾ പറഞ്ഞാൽ 1 ഏക്കറിൽ 300 കിലോ മുതൽ 500 കിലോ വരെ മതിയാകും.
നമ്മൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിലുണ്ടായിട്ടുള്ള പൊന്ത മാറ്റിയ ശേഷമാണ് നമ്മൾ pH ബൂസ്റ്റർ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു തെങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 3 കിലോ pH ബൂസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ഈ ഇലയുടെ അഗ്രഭാഗത്ത് വരെയാണ് ഇതിൻ്റെ വേരുകൾ എത്തുക. അപ്പോൾ അത്രത്തോളം നമുക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും pH കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ.